ഹലോ. സി എ ഇൻ്റർ ജാൻ 25 RTP ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ MCQ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MTP മോക്ക് ടെസ്റ്റ് പേപ്പർ സീരീസ് 1 അതിലെ MCQ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സീരീസ് 1 നവംബർ 24 ഇറക്കിയതാണ്. സീരീസ് 1 ആണ് ടാക്സേഷൻ്റെ, ഡയറക്റ്റ് ടാക്സേഷൻ്റെതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് ഫസ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ, കാരണം ഡീറ്റെയിൽഡ് ആൻസർ ഉണ്ടാവില്ലല്ലോ, MCQക്ക് ഫൈനൽ ആൻസറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ് കേസ് സിനാരിയോ 1. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 റിക്വയർമെൻ്റ് ആണുള്ളത്. ഫസ്റ്റ് എന്താണ്, വാട്ട് വുഡ് ബി ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ രാജ എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനാണ്. മൂന്നാമത്തത് എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എന്താണ് ഈ 3 റിക്വയർമെൻറ്റ് നോക്കുക, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കേസ് സിനാരിയോ വായിക്കുക എന്നുള്ളതാണ്. സോ വാട്ട് വുഡ് ബി ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ രാജ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല. അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഏജ് തന്നിട്ടുണ്ട് അല്ലേ, ഏജ് തന്നിട്ടുണ്ട് 61 ഇയേഴ്സ് ആണ്. കാനഡയിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അദ്ദേഹത്തിന് കാനഡയിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതിൽ റെസിഡൻസ് ആണ്, ഹാഫ് എന്താണ് റെൻറ്റിനാണ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർട്ടി ഔട്ട്സൈഡ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കനറ ബാങ്കിൽ നിന്നൊരു ലോണ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, പർച്ചേസ് ഓഫ് ദിസ് ഫ്ലാറ്റ്. അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസും പ്രിൻസിപ്പലിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ റെൻറ്റ്, ഇന്ത്യയിലെ പ്രോപ്പർട്ടി ഇവിടെ റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് അല്ലെ, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെന്നുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് പേ ചെയ്ത ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ദെൻ അദ്ദേഹം പ്രീവിയസ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ പാരൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രീവിയസ് ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയേഴ്സിലെ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ, അതിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ദെൻ റാഞ്ചിയിൽ അദ്ദേഹത്തിന് മറ്റൊരു വീട് ഉണ്ടായിരുന്നു എന്നുള്ളതും അതിന് റെസ്പെക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് കുറച്ച് പേയ്മെൻറ്റ്, അരിയേഴ്സ് ഓഫ് റെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ഗെയിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ലിസ്റ്റഡ് ഷെയർസ് സോൾഡ് ചെയ്തിട്ടുണ്ട്, സെയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും തന്നിട്ടുണ്ട്. ദെൻ ഓൺ 31 ദ ഷെയർസ് ഓഫ് എ ലിമിറ്റഡ് ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് wants to pay tax under default tax regime. That is very important. അപ്പോൾ അദ്ദേഹം ഏത് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്, ഡീഫാൾട്ട് ടാക്സ് റെജിം എന്നുള്ള ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക അല്ലേ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലേറ്റസ്റ്റ് റീക്യാപിറ്റലായിട്ട് പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ആളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് 182 ഡേയ്സ് ഉണ്ടോ എന്നുള്ളതാണ്. 182 ഡേയ്സ് ഇല്ല. ദെൻ 60 + 365, അത് പക്ഷേ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ഏത് കേസിൽ ആപ്ലിക്കബിൾ അല്ല, ഈ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ഏതാണ്, ഇന്ത്യൻ സിറ്റിസൺ ലീവിംഗ് ഇന്ത്യ ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഫോർ എംപ്ലോയ്മെൻറ്റ് ഓർ ആസ് എ മെമ്പർ ഓഫ് ക്രൂ ഓഫ് ഇന്ത്യൻഷിപ്പ്, അതാണോ ഈ കേസ് അല്ല. രണ്ടാമത്തെ എന്താണ്, ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ visiting India during the relevant previous year and having total income excluding income from foreign sources greater than 15 lakhs, അവർക്കും ഈ ഒരു ബി എന്നുള്ള സംഭവം ആപ്ലിക്കബിൾ അല്ല അല്ലെ. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ 60 + 365 ഡേയ്സ് എന്നുള്ള പ്രൊവിഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണോ, അല്ല. അപ്പോൾ 6.1 തന്നെ പറയുന്നുണ്ട് അവർക്ക് പിന്നെ ആപ്ലിക്കബിൾ ആവുന്ന കേസ് എന്താണ്, 60 + 365 എന്നുള്ളതിന് പകരം 120 ഡേയ്സ് ആൻഡ് 365 ഡേയ്സ് എന്നുള്ള പ്രൊവിഷൻ ആയിരിക്കും അവർക്ക് ആപ്ലിക്കബിൾ ആവുക, പ്രൊവൈഡഡ് അവരുടെ എന്ത് ചെയ്തിരിക്കണം, അവരുടെ ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സസ് 15 ലക്ഷത്തിൽ കൂടുതലും വേണം. എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, അവർ റെസിഡൻറ്റ്, അവരുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻ്റ് ആയിരിക്കും. കറക്റ്റ് അല്ലേ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ്, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഓർമ്മ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഈ ഒരു കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്,
റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ് അല്ലേ, അദ്ദേഹം കാനഡയിലാണ്, പക്ഷേ ഇന്ത്യയിൽ വിസിറ്റിന് വരുന്നു. അപ്പോൾ അയാൾക്ക് 60+365 ആപ്ലിക്കബിൾ ആണോ? അല്ല. 182 ഡേയ്സ് അയാൾ ഇവിടെ ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം ഉണ്ട് എന്നാ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എത്ര ദിവസം ഉണ്ട് എന്നാ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം അദ്ദേഹം ഇന്ത്യയിലുണ്ട് അല്ലേ? 124 ഡേയ്സാണ്. സോ 120 ഡേയ്സ് ഉണ്ട്, 366 ഡേയ്സ് ഉണ്ട്. അപ്പോൾ 365 പ്രിസീഡിങ് 4 ഇയേഴ്സിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? അദ്ദേഹത്തിൻ്റെ ഇൻകം 15 lakhs കൂടുതലുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും. എന്നാലായിരിക്കും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാൻ പറ്റുക. കാരണം രണ്ടാമത്തെയും മൂന്നാമത്തെയും, അതായത് അദ്ദേഹത്തിൻ്റെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകവും അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഇൻകവും അറിഞ്ഞാലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ഇൻകം 15 lakhs കൂടുതലുണ്ടോ, 15 lakhs ഉണ്ടോ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ഒഴിവാക്കാം. എന്താണ്? ഇദ്ദേഹം സാധ്യതയുള്ള റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ കാനഡയിലെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. അത് ക്ലിയർ ആണല്ലോ? കാനഡയിലെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇന്ത്യയിലെ ഹൗസ് പ്രോപ്പർട്ടി, ഇന്ത്യയിലെ ക്യാപിറ്റൽ ഗെയിൻ ഇൻകം മാത്രമായിരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കാനും പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും വേണ്ടിയിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് വരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വുഡ് ബി ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സബിൾ അണ്ടർ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലേ? അത് ഈസി അല്ലേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അദ്ദേഹം ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടിയുടെ റെൻ്റൽ ഇൻകം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി റെൻറ്റ് 32,500 ആണ് അല്ലേ? മന്ത്ലി റെൻറ്റ് എത്രയാണ്? 32,500 ആണ്. സോ 32,500 × 12 ആയിരിക്കും എന്ത്? അദ്ദേഹത്തിൻ്റെ റെൻ്റൽ ഇൻകം. അതിൽ നിന്നും അദ്ദേഹത്തിന് എന്ത് കുറക്കാം? പ്രോപ്പർട്ടി ടാക്സ് അയാൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറക്കാം. അയാൾ തന്നെയാണ് പേ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് പെയ്ഡ് ബൈ മിസ്റ്റർ രാജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ എമൗണ്ട് നമുക്ക് കുറക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? NAV കിട്ടും. NAVയുടെ 30% ഡിഡക്ഷൻ കിട്ടും. സോ NAVയുടെ 70% ടാക്സബിൾ ഉള്ളൂ. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ നമുക്ക് കുറക്കാൻ പറ്റും. ഇതല്ലേ ഫസ്റ്റ് കേസിൽ വരിക അല്ലേ? ഇതല്ലേ ഫസ്റ്റ് കേസിൽ വരിക അല്ലേ? ഇങ്ങനെയല്ലേ വരിക? അദ്ദേഹം ഇൻകം ഡിഫാൾട്ട് ടാക്സ് റെജിമാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റെൻറ്റ് 32,500 × 12 3,90,000. നിങ്ങളൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കണേ. ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 40,000. സോ 3,50,000 കിട്ടും. അതിൽ നിന്നും 30% ഡിഡക്ഷൻ കുറച്ച് ബാക്കി നമുക്ക് 70% ഉണ്ടാവും. ദാറ്റ് ഈസ് 2,45,000. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ബോറോവ്ഡ് ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3,14,000 നമുക്ക് കുറക്കാൻ പറ്റും. സോ റിമൈനിങ് എത്രയുണ്ട്? 69,000 ലോസ് ഉണ്ട്. ക്ലിയർ ആണോ? 69,000 ലോസ് ആണ് ഫസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നും ഉള്ളത്. പിന്നെ ആ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അരിയേഴ്സ് ഓഫ് റെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അരിയേഴ്സ് ഓഫ് റെൻറ്റ് എത്രയാണ്? 2,96,000 റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 30% ഡിഡക്ഷൻ നമ്മൾ ക്ലെയിം ചെയ്തേ പറ്റുള്ളൂ. ബാക്കി 70% ആണ് നമുക്ക് ടാക്സ് വരിക, സോറി ഇൻകം വരിക. സോ 2,96,000 × 70% 2,07,200. അപ്പോൾ 2,07,200 പ്ലസ് ആണ് 69,000 ലോസ് ആണ്. രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഹെഡ് സെറ്റ് ഓഫ് ചെയ്യാം. സോ വാട്ട് വിൽ ബി ദ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി? 1,38,200. 1,38,200. സോ നമ്മുടെ ഓപ്ഷൻ 2 ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി. ഈസിയാണ് അല്ലേ? ഓപ്ഷൻ ഹൗസ് പ്രോപ്പർട്ടിയുടെ നമ്മൾ ബാക്കിയുള്ള പ്രൊവിഷൻസ് നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനിയുള്ളത് ഏതാണ്? വാട്ട് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ? നമുക്ക് എന്ത് ചെയ്യാം? 50 lakhs കൂടുതലുണ്ടോ നോക്കിയാലേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആൾറെഡി ആൻസർ കിട്ടി. എത്രയാണ്? ഹൗസ് പ്രോപ്പർട്ടിയിൽ 1,38,200 ഉണ്ട് എന്നുള്ളത് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്നുള്ളതാണ് അല്ലേ? ക്യാപിറ്റൽ ഗെയിൻ എത്രയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിലെ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? മിസ്റ്റർ രാജ ഹാസ് സോൾഡ് 10,000 ലിസ്റ്റഡ് ഷെയർസ്. എന്താണ്? 10,000 ലിസ്റ്റഡ് ഷെയർസ് തന്നിട്ടുണ്ട് at the rate of 480 per share. അപ്പോൾ അയാൾ വിൽക്കുന്നതിനാണ് 480 രൂപയ്ക്ക് വേണ്ടി അയാൾ വിൽക്കുന്നു. ഇന്ത്യൻ കമ്പനിയാണ്. 59/2023 ആണ്. അപ്പോൾ കറണ്ട് പ്രീവിയസ് ഇയർ ആണ്. 5/4/2017 അക്വയർഡ് ചെയ്ത ഹൗസ് ഷെയർസ് ആണ്. 100 per shares ആയിരുന്നു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. STT was paid both at the time of acquisition as well as at the time of transfer of such shares. അല്ലേ? വാങ്ങിയപ്പോഴും വിറ്റപ്പോഴും STT പേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓർക്കാൻ പറ്റണം ഇതൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ്. എന്താണ്? ഓൺ 31/1/2018
റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഹയസ്റ്റ് പ്രൈസ് ആവറേജ് പ്രൈസ് തന്നിട്ടുണ്ട്, ആ ദിവസം ആ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനും തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അല്ലേ. ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് അറിയേണ്ട പ്രൊവിഷൻ എന്താണ്? ഇതൊരു സ്പെഷ്യൽ പ്രൊവിഷൻ ആണ് അല്ലേ. 112A വരുന്ന കേസാണ്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ, വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം, വളരെ ക്ലിയർ ആയിട്ട് ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. എവിടെയാണത് നമുക്ക് പഠിക്കാനുള്ളത്? ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറയുന്ന സ്ഥലത്ത് 2-3 കാര്യങ്ങൾ നമുക്ക് എന്തായാലും ഉറപ്പ് വേണം. ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് മോഡ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എല്ലാം കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലേ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഒരു സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ സമ്മറി മാത്രം വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടില്ല. മീനിങ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഉണ്ട്, ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ സെർട്ടൺ അസെറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവുന്നത് നമുക്കറിയാം എന്താണ്, ലോങ് ടേം അല്ലേ. ഈ 4ാമത്തെ കേസാണ്. ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ബീയിങ് ഇക്വിറ്റി ഷെയർസ് ഇൻ എ കമ്പനി ഓൺ വിച്ച് എസ്റ്റിറ്റ് ഈസ് പെയ്ഡ് ബോത്ത് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. ഈ സെക്ഷൻ അല്ലേ നമുക്ക് ആപ്ലിക്കബിൾ ആവുക. അക്വയർഡ് ബിഫോർ 1 February 2018. ഈ ഒരു സെക്ഷനാണ്, ഈ ഒരു ഏരിയയാണ് നമുക്കിവിടെ ഈ ഒരു പ്രൊവിഷനാണ് നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? ഹയർ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, പിന്നെ കമ്പയർ ചെയ്യേണ്ടത് ലോവർ ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആൻഡ് ഫുൾ വാല്യൂ കൺസിഡറേഷൻ. ഇത്രയാണ് നമുക്ക് ഇതിൽ കിട്ടേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമുക്കറിയാം. ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എത്ര രൂപക്കാണ് വിറ്റത്? 480. സോ ഫുൾ വാല്യൂ കൺസിഡറേഷൻ എത്രയാണ്? 480. ക്ലിയർ ആണല്ലോ. അത് ഇനി നമുക്ക് അറിയേണ്ടത് എന്താ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താ പറഞ്ഞത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഹയർ ഓഫ്, ഒന്ന് നമ്മൾ നോക്കേണ്ടത് എന്താണ്? 100 അല്ലേ, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ തന്നെയാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഫെയർ മാർക്കറ്റ് വാല്യൂ. ഫെയർ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? അവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ 31/1/2018 ഈ ഷെയർ ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അന്നത്തെ ദിവസം ഹയസ്റ്റ് പ്രൈസ് 300 ആണെന്നുള്ളതും ആവറേജ് പ്രൈസ് 290 ആണും ലോവസ്റ്റ് പ്രൈസ് 280 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 300 എടുക്കണോ, 290 എടുക്കണോ, 280 എടുക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ സാറേ ആവറേജ് എടുക്കാൻ പറ്റുമോ, ഹയസ്റ്റ് എടുക്കാൻ പറ്റുമോ, ലോവസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും നമുക്ക് വരാവുന്ന ഒരു ഡൗട്ട്. പക്ഷെ അത് വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് നോക്കിയാൽ കാണും ഫെയർ മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അല്ലേ. മീനിങ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മുടെ പേജ് നമ്പർ 3.400 നോക്കി കാണാൻ പറ്റും. ഇൻ കേസ് where the capital asset is listed on any recognized stock exchange as on 31/1/18 അല്ലേ, അന്ന് ഷെയർ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ലിസ്റ്റഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ട്രേഡിംഗ് ഓൺ സച്ച് അസെറ്റ് ഓൺ സച്ച് എക്സ്ചേഞ്ച് അല്ലേ, ആ ദിവസം അതിൻ്റെ ട്രേഡിംഗ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്, ട്രേഡിംഗ് നടന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ട്രേഡിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കാനാണ് പറഞ്ഞത്? ഹയസ്റ്റ് പ്രൈസ് എടുക്കാനാണ് പറഞ്ഞത് അല്ലേ. ഹയസ്റ്റ് പ്രൈസ് എടുക്കാനാണ് പറഞ്ഞേ. അപ്പോൾ ഹയസ്റ്റ് പ്രൈസ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഹയസ്റ്റ് പ്രൈസ് അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്? ഹയസ്റ്റ് പ്രൈസ് ആകുമ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് ഏതാണ്? 300 പെർ ഷെയർ അല്ലേ, 300 പെർ ഷെയർ അല്ലേ. 300 പെർ ഷെയർ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ 100 ഇത് നമ്മൾ എടുക്കണം, 300 400 ഇത് രണ്ടും നോക്കിയിട്ട് അതിൽ ലോവസ്റ്റ് എടുക്കണം 300. സോ ഇത് രണ്ടിലും വിച്ച് ഹയർ എടുക്കണം. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര ആയിരിക്കും? 300 ആയിരിക്കും. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആവണം. ഇത് മനസ്സിലായാലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആവുക എന്നുള്ളതാണ്. ഈ ഒരു സംഭവം മനസ്സിലായാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുക. സോ ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ആണ്, ലിസ്റ്റഡ് ഷെയർസ് ആണ്, അക്വയർഡ് പ്രയർ ടു 1/2/2018 ആണ് കേട്ടോ. അക്വയർ പ്രയർ ടു 1 February 2018 ആണ്. നമ്മളിവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇവിടെ നോക്കേണ്ടത്. ഫുൾ വാല്യൂ കൺസിഡറേഷൻ 480 ഉണ്ട്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 100 ഉണ്ട്, ഫെയർ മാർക്കറ്റ് വാല്യൂ 300 ആണ്. അത് എടുക്കാൻ കാരണം ഹയസ്റ്റ് വാല്യൂ, ബിക്കോസ് ആ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ 300 എടുക്കണം. ഫുൾ വാല്യൂ കൺസിഡറേഷൻ 480 ആണ്. 480 മൈനസ് 300 എത്ര നമ്പർ ഓഫ് ഷെയർ? 10,000 ഷെയർസ് ആണ്. എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട്? 18 lakhs ആണ് ക്യാപിറ്റൽ ഗെയിൻ. കറക്റ്റ് അല്ലേ? 480 സെയിൽ വാല്യൂ, 300 ആണ് നമ്മളോട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ നമ്മുടെ ആ ഒരു ഫോർമുല നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊവിഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ 480 മൈനസ് 300, സോ 180 ഇൻറ്റു 10,000, 18 lakhs ആണ് നമ്മുടെ ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേടാ അല്ലേ? അപ്പോൾ എത്രയാണ്? 18 lakhs. ഓപ്ഷൻ ഏതാണ്? എ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫസ്റ്റത്തെ ഇത് സുഖമായിട്ട് എഴുതി കൂടെ?
എഴുതാം. എന്താണ് 18 lakhs ഉണ്ട്, 1,38,000 ഉണ്ട്. ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഇൻകം എത്രയാണ്? മോർ ദാൻ 15 lakhs ആണ്. സോ വാട്ട് വുഡ് ബി ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അല്ലേ? ഓപ്ഷൻ ബി ആയിരിക്കും അതിൽ വരുന്ന ആൻസർ. സോ ഫസ്റ്റ് കേസ് സിനാരിയോ ബേസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ റിക്വയർമെൻറ്റ് നോക്കുക. ആദ്യം തന്നെ എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻ ഒന്നാമത്തെ അല്ലേ സബ് ക്വസ്റ്റ്യൻ ഒന്നിലെ സബ് ക്വസ്റ്റ്യൻ 1 എഴുതുന്ന വാശി പിടിക്കരുത്. ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്തു, പിന്നെ 3 ചെയ്തു, പിന്നെ 1 നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ 2 നമ്മൾ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ 2 ഒരു കേസ് സിനാരിയോ ആണ്. ക്വസ്റ്റ്യൻ 2 ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിഡക്ഷൻ അവൈലബിൾ എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കേസ് സിനാരിയോ തന്നെ വേണമെന്നില്ല, അല്ലാതെ നമുക്ക് ഇൻഡിവിജ്വലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ എന്താണ്, ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 234B, ഇൻട്രസ്റ്റ് ഓൺ ഡിഫാൾട്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഡിഡക്ഷൻ എത്രയാണ് കിട്ടുക എന്നുള്ളതാണ്. ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ മൊത്തം ഇൻഫർമേഷൻസ് ഒന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 അനയുണ്ട്, ഏജ് 52 ഇയേഴ്സ് ആണ്. അദ്ദേഹം XYZ എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ CEO ആണ്. എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ CEO ആണ്. അയാൾ 2023-24 1,65,00,000 അയാൾക്ക് സാലറി ഉണ്ട്. പിന്നെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ലിസ്റ്റഡ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് അയാൾക്ക് വിറ്റപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട്. ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് 4,82,000 ഓൺ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ് എന്നുള്ളത്. പിന്നെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഹൗസ് റെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ലോൺ ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 27 October 2021 ഫോർ റിപ്പയറിംഗ് ഹിസ് ഹൗസ്. സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഹൗസ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ബോറോവിംഗ് ഓഫ് 80,000 ആൻഡ് 1,50,000 ടുവാർഡ്സ് പ്രിൻസിപ്പൽ എമൗണ്ട് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ അനെ ഹാസ് മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ് ടുവാർഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. അദ്ദേഹം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഹെൽത്ത് പോളിസി എടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രദറിന് എടുത്തിട്ടുണ്ട്, പാരൻസിന് എടുത്തിട്ടുണ്ട്, ദെൻ സെൽഫിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6,400 എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. PPF ഒരു 1 lakh എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ടയർ 1 ടയർ 2 NPS അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 50,000 2,50,000 ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. യെസ് പെയ്ഡ് അഡ്വാൻസ് ടാക്സ് 5,30,000 അടച്ചിട്ടുണ്ട്. എംപ്ലോയർ അതായത് XYZ അല്ലേ, കമ്പനിയുടെ പേരെന്തായിരുന്നു, XYZ എൻ്റർപ്രൈസ് ലിമിറ്റഡ് TDSും പിടിച്ചിട്ടുണ്ട്, അല്ലേ? അദ്ദേഹം ഷിഫ്റ്റ്, നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഡീഫോൾട്ട് ടാക്സ് റെജിം ആയിരുന്നെങ്കിൽ ഇവിടെ ഷിഫ്റ്റ് ഔട്ട് ഓഫ് ദി ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഡിഡക്ഷൻസിനെല്ലാം എലിജിബിൾ ആണ്. മറ്റടുത്ത് ATC ഡിഡക്ഷൻ ഒന്നും കിട്ടൂല, അതുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. ഇവിടെ അദ്ദേഹത്തിന് ഡിഡക്ഷൻസിന് എലിജിബിൾ ആണ്, കാരണം അദ്ദേഹം ഷിഫ്റ്റ് ഔട്ട് ഓഫ് ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിലത്തെ ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ എലിജിബിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ടോട്ടൽ ഇൻകം നോക്കുന്നത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ടോട്ടൽ ഇൻകത്തിൻ്റെ അത്രയും നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ, പിന്നെ സ്പെഷ്യൽ റേറ്റിന് കിട്ടില്ല എന്നുള്ളത്. ഇവിടെ സാലറി 1,65,00,000 ഉണ്ട്. 1,65,00,000 ഉള്ളത് കൊണ്ട് തന്നെ ചാപ്റ്റർ 6 ഡിഡക്ഷന് വേറെ പ്രശ്നമില്ല, അല്ലേ? നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് ഡിഡക്ഷനിലോട്ട് തന്നെ പോയാൽ മതി, അല്ലേ? ഡിഡക്ഷനിലോട്ട് നമുക്ക്, ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ATC ഇല്ലേ, അപ്പോൾ ഏതൊക്കെയാണ് ഡിഡക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫർമേഷനിൽ 1,65,00,000 50,000 കിട്ടും. ആ ഡിഡക്ഷൻ ചാപ്റ്റർ 6 ഡിഡക്ഷൻ ആണോ? അല്ല. അപ്പോൾ അതിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ സെയിൽ ഓഫ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, അത് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 4,82,778 ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരണം 80 TTA ആപ്ലിക്കബിലിറ്റി, അല്ലേ? സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റ് ആകുമ്പോൾ അവിടെ 80 TTA എന്ന് ഒരു 10,000 രൂപ നമുക്ക് കിട്ടുന്നുള്ള ഇൻട്രസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഡിഡക്ഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റെൻറ്റ് അലവൻസ് എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ അനൈ ടുക്ക് എ ലോൺ ഫ്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ റിപ്പയറിംഗ് ഹിസ് ഹൗസ് at Delhi and paid interest on such borrowing 80,000 and 1,50,000 towards principal amount, അല്ലേ? സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നതാണ് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റിന് ATCയിൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണ്, ഫോർ റിപ്പയറിംഗ് ഹിസ് ഹൗസ് എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? എന്താ പറഞ്ഞാൽ, ഫോർ റിപ്പയറിംഗ് ഹിസ് ഹൗസ് എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്, അല്ലേ? ATCയിൽ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ ഇൻക്ലൂഡിംഗ് സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ ആൻഡ് അതർ എക്സ്പെൻസ്, any payment made towards cost of purchase or construction of new residential house property എന്ന് പറഞ്ഞാൽ, അല്ലേ? ഇവിടെ എന്ത് കവേർഡ് അല്ല, റിപ്പയേഴ്സ്
കവേർഡ് ആണോടാ? അല്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് 80സിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ചെക്ക് ചെയ്യണേ അത്. ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 80സിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഈ 1,50,000 എടുക്കരുത്, ഈ 1,50,000 എടുക്കരുത്. പിന്നെ ഉള്ള പ്രശ്നം എന്താ? പിന്നെ ഉള്ള പ്രശ്നം ഇത് നമുക്ക് എടുക്കാം. 80Dയുടെ കേസ് നമുക്ക് നോക്കാം. ദെൻ 80സിയിൽ പിന്നെ വരുന്നത് ഈ സംഭവം നമുക്ക് 80D നോക്കാം. 6,400 നമുക്ക് 80D നോക്കാം. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്ക്. ഈ ഡെപ്പോസിറ്റ് 1 lakh ടുവാർഡ്സ് PPF അത് നമുക്ക് ഇവിടെ കിട്ടും, 80സിയിൽ കിട്ടും അല്ലേ? പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിലുള്ള കോൺട്രിബ്യൂഷൻ 80സിയിൽ കിട്ടൂലേ? അത് നമുക്ക് 80C കിട്ടും. ദെൻ ഇവിടെയാണുള്ള പിന്നെ ഉള്ള പ്രശ്നം ടയർ 1 ആൻഡ് ടയർ 2 NPS അക്കൗണ്ട്. നമുക്കറിയാം 80CCD 1 ഉണ്ട്, 1B ഉണ്ട്, 2 ഉണ്ട്. അതുപോലെ ടയർ 2 NPS എവിടെ കിട്ടുക? 80സിയിലാണ് കിട്ടുക. പക്ഷേ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ? അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. ഒരുപാട് പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ടു അഡീഷണൽ അക്കൗണ്ട് അണ്ടർ NPS അല്ലേ? ടയർ 1 എവിടെ എടുക്കുക? 80CCDയിലാണ് എടുക്കുക. പക്ഷേ ടയർ 2 80സിയിലാണ് എടുക്കുക. പക്ഷേ 80CCDയിൽ നമുക്കറിയാം ദിസ് ഈസ് ആപ്ലിക്കബിൾ അല്ലേ? ടയർ 2 അക്കൗണ്ട് ഈസ് എറ്റ് additional account under NPS contribution to which would qualify for deduction under section 80C only in the hands of central government employee. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഇത് ആർക്കേ കിട്ടുള്ളൂ? സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് കിട്ടുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെടുക്കരുത്? ടയർ 2യുടെ കാര്യം അവിടെ ഒന്നും കൂടെ വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ പ്രൊവിഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ മറക്കൂല. 80C ഫുള്ള് പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യലൊന്നും നടക്കൂല. അപ്പോൾ എന്ത് ചെയ്യാം? തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവും ടയർ 2 അക്കൗണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ 2,50,000 ഡിഡക്ഷൻ ഒന്നുമില്ല. പിന്നെ ടയർ 1ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് എവിടെ എടുക്കാം? 80CCD 1B എടുക്കുന്നതല്ലേ സുഖം അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക? 80CCD 1ൽ ബിക്കോസ് 80CCE ലിമിറ്റിൽ 80Cയും 80CCD 1ഉം വരും അല്ലേ? അപ്പോൾ 80CCD 1B വരുമില്ല. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പം എന്താണ്? ആദ്യം 80CCD 1Bയിലോട്ട് 50,000 അലോക്കേറ്റ് ചെയ്യുന്നതല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 1Bയിൽ ആ 50,000 എടുക്കാം അല്ലേ? ഇത്രയാണ് നമുക്ക് നോക്കേണ്ട കേസ്. ഇനി ഞാൻ എൻ്റെ കമ്പ്യൂട്ടേഷനിലോട്ട് എടുക്കുവാണ്. ഞാനപ്പോൾ ഈ ഒരു ഭാഗം എടുക്കുന്നില്ല. ഞാൻ ആദ്യം സാലറി കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. നേരെ നമ്മൾ ഡിഡക്ഷനിലോട്ട് പോവാണ്. ഡിഡക്ഷൻ്റെ കേസ് ഇപ്പോൾ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്താൽ കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്തു? സാലറി എടുക്കുന്നു, ഡിഡക്ഷൻസ് എടുക്കുന്നു, ബാക്കി കിട്ടുന്നു. HP ലോസ് ഉണ്ട്, കാരണം 30,000 റിപ്പയേഴ്സ് ആകുമ്പോൾ 30,000 കിട്ടും അല്ലേ? 30,000 വരെ നമുക്ക് കിട്ടും. ആ ലോസ് എടുക്കുന്നു. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എടുക്കുന്നു. ഇൻട്രസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. നമുക്ക് ഇതിലോട്ട് തിരിച്ചു വരാം, നമുക്ക് പിന്നെ ആവശ്യമുണ്ട് അത്. ഇനി 80സിയിൽ ഡെപ്പോസിറ്റ് ഇൻ PPF 1 lakh എടുക്കുന്നു. എന്തുകൊണ്ടാണ് ടയർ 2 എടുക്കാത്തത്? ടയർ 2 സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ കിട്ടൂല. പിന്നെ എന്തുകൊണ്ടാണ് റീപേയ്മെൻറ്റ് ഓഫ് ഹൗസിംഗ് ലോൺ എടുക്കാത്തത്? കാരണം അത് റിപ്പയറിന് എടുത്താണ്. നമ്മൾ 80C സൂക്ഷിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ ആർക്ക് കിട്ടൂല. 80C കൺസ്ട്രക്ഷനോ അക്യൂസിഷനോ കിട്ടുള്ളൂ, റിപ്പയറിൻ്റെ ലോൺ അവിടെ പറയുന്നില്ല. അപ്പോൾ അവിടെ അതും ഞാൻ എടുത്തിട്ടില്ല. ദെൻ 80CCD 1B നമുക്ക് ഡയറക്റ്റ്ലി 50,000 എടുക്കാം. സോ 80CC ലിമിറ്റ് നമുക്കറിയാം 150. അപ്പോൾ 150 എന്ന് പറയും 1 lakhും 50,000. അപ്പോൾ എങ്ങനെയൊക്കെ എടുത്താലും അവിടെ 1,50,000 ആണ് നമ്മുടെ ലിമിറ്റ് എന്നുള്ളതാണ്. ഇത് MCQ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ കാൽക്കുലേഷനിൽ വലിയ കാര്യമില്ല. ഇനി 80Dയിൽ നമുക്കറിയാം ബ്രദറിൻ്റെ കിട്ടൂല, കാരണം ബ്രദർ ഡിപ്പെൻഡൻ്റ് ഒന്നും അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്രദറിൻ്റെ കിട്ടൂല. സെൽഫിൻ്റെത് സ്പൗസിൻ്റെതും 21,000 കിട്ടും. പിന്നെ 6,500 4,000 വരെ കിട്ടും. കാരണം മാക്സിമം നമുക്ക് എത്ര കിട്ടുക? 25,000 ആണ്. സോ ഞാൻ ഇവിടെ 21 എടുത്തു. 6,500 പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിൻ്റെ 4,000 കൂടെ എടുത്തിട്ട് 25 എടുത്തു. പാരൻസിൻ്റെ 17,670 ഫുള്ളും എടുത്തു. സോ ടോട്ടൽ എത്രയുണ്ട്? 42,670. അപ്പോൾ 115, 42,670, 192,670. ദെൻ 80TTയിലെ 10,000 എടുത്തു. സോ ടോട്ടൽ 202,670 അല്ലേ? പലർക്കും മറ്റേ ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഇതന്നെയാണ്, 202,670. പലർക്കും ഈ B കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്കും ആദ്യം B ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. ഒന്നും കൊണ്ട് നന്നായിട്ട് നമുക്ക് പ്രൊവിഷൻ വായിച്ചാലായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് വരാൻ പറ്റുക. സോ വാട്ട് ഈസ് ദ ഓപ്ഷൻ? ഓപ്ഷൻ D, 202,670. നിങ്ങൾക്ക് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അല്ലേ? അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അല്ലേ? സോ എവിടെയാണ്? 202,670. 80C ഒന്നുകൂടെ പറയുന്നത് 80C PPFൽ ഡെപ്പോസിറ്റ് ചെയ്ത് 1 lakh. 80CCD 1B ഡയറക്റ്റ്ലി ഞാൻ 50,000 എടുത്തു. 80CC ലിമിറ്റ് മൊത്തം 1,50,000. സോ 1,50,000 എടുത്തു. പിന്നെ ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല, മാക്സിമം 150 കിട്ടുള്ളൂ. ദെൻ 80Dയിൽ സെൽഫിൻ്റെതും സ്പൗസിൻ്റെതും 21,000 ഉണ്ട്. ഒപ്പം പ്രിവെൻറ്റീവ് ചെക്ക് ക്യാഷ് ആണെങ്കിലും കിട്ടും. പക്ഷേ ടോട്ടലി
5,000 കിട്ടുള്ളൂ. സോ 21 4 പിന്നെ 25 ഉള്ളിൽ തന്നെ നിൽക്കണം. പാരൻസിൻ്റെ 17,670, സോ 42,670. ദെൻ ടോട്ടൽ ഡിഡക്ഷൻ 202,670. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തിയിരിക്കുകയാണ്. കറക്റ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈസി ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അസ്യൂം ദാറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ എലോൺ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം, അനൈ ഒരു 65,000 രൂപ പെർ മന്ത് റെൻറ്റഡ് ഹൗസ് മുംബൈയിൽ റെസിഡൻസ് അയാൾ പേ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. TDS പിടിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എത്രയാണ് TDS പിടിക്കേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്കറിയാം 50,000 കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ 194 IB അല്ലേ? IB അല്ലേ? 194 IB ആപ്ലിക്കബിൾ ആണ്. IB എന്താ പറയുന്നത്? 5% ആണ്. പക്ഷേ ലാസ്റ്റ് മന്ത് അടച്ചാൽ മതി. ഇതല്ലേ പ്രൊവിഷൻ? സോ ഇവിടെ എത്രയാണ്? നമുക്ക് കാൽക്കുലേറ്റർ എടുത്താൽ മനസ്സിലാവും. റെൻറ്റ് 65, സോ 65 × 12 ഏപ്രിൽ മുതലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ × 12 × 5% 39,000 ആണ്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് 3.75, അതൊന്നുമല്ല. യെസ് 5% ആണ്, പക്ഷേ 325 എവരി മന്ത് ആണോ? 194 IB പറയുന്നില്ല, ലാസ്റ്റ് മന്തിൽ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. യെസ് മിസ്റ്റർ അനീസ് ലാബിൾ ഡിഡക്ട് TDS 5% എമൗണ്ട് ടു 39 ഇൻ ദ മന്ത് ഓഫ് മാർച്ച് 24. അതല്ലേ ഓപ്ഷൻ അതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ? 194 IB ആണ്. 60,000 × 12 TDS 5%, സോ 39,000 ലാസ്റ്റ് മന്തിലാണ് എന്നുള്ളത് 194 IBയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ ആ ഒരു പ്രൊവിഷൻ അറിയുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു മാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അല്ലേ? ഓരോന്നിനും എത്ര മാർക്കാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. 3 × 2 ആണ്. സോ ആ 2 മാർക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു മാർക്കാണ്. ഇനി വാട്ട് വുഡ് ബി ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ചാർജബിൾ അണ്ടർ സെക്ഷൻ 234B ഓൺ അക്കൗണ്ട് ഓഫ് ഷോർട്ട് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് അല്ലേ? അതാണ് ഈ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നമ്മൾ എടുക്കേണ്ട ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ ഫുൾ കമ്പ്യൂട്ടേഷൻ ചെയ്താലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അറിയാം സാലറി ഞാൻ പറഞ്ഞു, അതിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ദെൻ 1,64,50 കിട്ടി. പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയുടെ റിപ്പയർ ആണെങ്കിലും 30,000 വരെ കിട്ടും അല്ലേ? 30,000 വരെ കിട്ടും. സോ ആ 30,000 നമ്മൾ എടുത്തിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഡിഡക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു 202,670. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും അല്ലേ? സോ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ സാലറി തന്നിട്ടുണ്ട്, ഡിഡക്ഷൻ എടുത്തിട്ടുണ്ട്, HP ലോസ് എടുത്തിട്ടുണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മളിപ്പോൾ കമ്പ്യൂട്ട് ചെയ്ത ഡിഡക്ഷൻസ് നമ്മൾ കുറക്കുന്നു. സോ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഡിഡക്ഷൻ. ടോട്ടൽ ഇൻകം കിട്ടുന്നു. ടോട്ടൽ ഇൻകത്തിന് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നു. ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലേ? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 112A ആണ്. 112Aയിൽ ഫസ്റ്റത്തെ 1,00,000 ടാക്സ് ഇല്ല, ബാക്കിയുള്ളതിന് 10% ആണ്. അപ്പോൾ 106,500 1 lakh കുറച്ച് ബാക്കി 10% എടുത്താൽ ഓൺലി 650. ബാക്കി എമൗണ്ടിന് നമ്മൾ നോർമൽ പ്രൊവിഷൻ ആണ്. ആദ്യത്തെ 10 ലക്ഷം ആദ്യത്തെ ഓക്കെ ഇവിടെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏജ് എത്രയാണ്? $52 ഉള്ളൂ അല്ലേ? 52 years ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. എനിക്ക് ചെറിയൊരു ഡൗട്ട് കമ്പ്യൂട്ടേഷൻ തെറ്റിയോ എന്നുള്ളത്. യെസ് ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാക്സ് ലാബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയാണ്. ടാക്സ് ലാബിലിറ്റി അപ്പോൾ ആദ്യത്തെ 2.5 ലക്ഷം ഇല്ല, പിന്നെ 5%, പിന്നെ 20%. അപ്പോൾ 10 ലക്ഷം വരെ 1,12,500 ആണ് നമുക്ക് വരിക. 10 ലക്ഷത്തിൻ്റെ മുകളിലുള്ള എമൗണ്ടിന് നമ്മൾ 30%. സോ ഈ ഒരു എമൗണ്ടാണ് നമുക്ക് ടാക്സ് വരുന്നത്. നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ടാക്സ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ 1 crore എബോ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം ഉള്ളത് കൊണ്ട് തന്നെ 15% സർചാർജ് വരും. കറക്റ്റ് അല്ലേ? 15% സർചാർജ് വരും. അത് ആഡ് ചെയ്യണം. 4% സെസ്. സോ ടോട്ടൽ 57,68,530 ആണ് അയാളുടെ ടാക്സ് വരിക. അതിൽ നിന്നും TDS 51,89,000 ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് അസസ്ഡ് ടാക്സ് കിട്ടും. 579,530 ആണ് അസസ്ഡ് ടാക്സ്. ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, അസസ്ഡ് ടാക്സ് കിട്ടും. ഈ അസസ്ഡ് ടാക്സിൻ്റെ 90% എങ്കിലും അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ 234B വരൂ? ഇല്ല. ഈ പ്രൊവിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. 234B വരിക അഡ്വാൻസ് ടാക്സിൽ ഡിഫാൾട്ട് വരുത്തിയാലാണ്. പക്ഷേ നമ്മൾ മുൻകൂട്ടി അടക്കുന്നത് കൊണ്ട് തന്നെ 90% അടച്ചാൽ മതി, 100% അടക്കണം എന്നില്ല. അപ്പോൾ ഈ 579,530യുടെ 90% എന്ന് പറഞ്ഞാൽ 5,21,000 വരുള്ളൂ. പക്ഷേ നമ്മൾ എത്ര അടച്ചിട്ടുണ്ട്? 5,30,000 അടച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ കൂടുതൽ നമ്മൾ അടച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചത് എത്രയാണ്? 5,30,000 അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വരില്ല?
ഇൻട്രസ്റ്റ് ഒന്നും വരൂല. അങ്ങനെ ഒരു ഓപ്ഷൻസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ബി നില്ലാണ്. കാരണം എന്താണ്? 90% ഓഫ് അസസ്ഡ് ടാക്സ്. അസസ്ഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സ്, ടോട്ടൽ ടാക്സ് എത്രയാണോ അതിൽ നിന്നും TDS പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഇത് അസസ്ഡ് ടാക്സ്. ഇതിൻ്റെ 90% അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റോ അണ്ടർ സെക്ഷൻ 234B വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ April 2 എപ്പോഴാണോ അയാൾ അടച്ചത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ 90% അടച്ചത് കൊണ്ട് തന്നെ വീണ്ടും അയാൾ എന്ത് ചെയ്യേണ്ട? അഡ്വാൻസ് ടാക്സിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് അടക്കേണ്ട, 234Bയിൽ ഇൻട്രസ്റ്റ് അടക്കേണ്ട. സോ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി നില്ലാണ്. ക്ലിയർ ആണോടാ? ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2ലെ 3 ക്വസ്റ്റ്യനും. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 മാത്രമാണ് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. 1 തെറ്റിയാൽ 3 ചിലപ്പോൾ തെറ്റാനുള്ള സാധ്യതയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് വെറുതെ കിട്ടുന്ന 2 മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? സോ ക്വസ്റ്റ്യൻ 1ഉം 2ഉം കഴിഞ്ഞു. ഇനി 3ഉം 4ഉം വളരെ ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3ഉം 4ഉം വെറുതെ കിട്ടുന്ന മാർക്ക് എന്നൊക്കെ പറയാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 3ൽ എന്താ പറയുന്നത്? മൈനർ ചൈൽഡ് ആണ്. 20 ലക്ഷം അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഗിഫ്റ്റ് കിട്ടുന്നു. എന്നിട്ടത് FD ആയിട്ട് ഇടുന്നു. ഇൻട്രസ്റ്റ് 13,000 കിട്ടുന്നു ആ പ്രീവിയസ് ഇയറിൽ. ഹൂസ് ഹാൻഡ്സ് ദ ഇൻകം ഓഫ് പിയ ഷാൽ ബി ടാക്സബിൾ. ആൾസോ കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഇൻകം ദാറ്റ് ഷാൽ ബി ടാക്സബിൾ. ബോത്ത് പാരൻസ് പേ ടാക്സ് അണ്ടർ ഡീഫോൾട്ട് ടാക്സ് റെജിം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇൻട്രസ്റ്റിന് 80 TTA ഡിഡക്ഷൻസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണ്. ഡിഡക്ഷൻസ് ഒന്നും കിട്ടൂല എന്നല്ലേ അർത്ഥം? ഡിഡക്ഷൻ ഒന്നും കിട്ടൂല എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ടാക്സബിലിറ്റി ഉറപ്പാണ്. കിട്ടിയ എമൗണ്ട് ഗിഫ്റ്റ് 20 lakhs ഉണ്ട്. അതിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റും ടാക്സബിൾ ആണ്. ഇനി ആരുടെ കയ്യിലാണ് ടാക്സബിൾ ആവുക? ക്ലബിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് പാരൻറ്റിനാണോ ഇത് ക്ലബ് ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ കീഴിലാണ്. ആൻസർ ഏതാ? ഡി അല്ലേ? ഇൻകം 20,13. അപ്പോൾ 20,13 എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഷാൽ ബി ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് പിയാസ് ഫാദർ ഓർ മദർ ഹൂസ് ഇൻകം ബിഫോർ ദിസ് ക്ലബിംഗ് ഈസ് ഹയർ. സോ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3 ഡി ആണ് ഓപ്ഷൻ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4 രോഹിത് എറസ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 80U ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഡക്ഷൻ അല്ലേ? സോ ഡിഡക്ഷൻ ബേസ് ചെയ്തിട്ടാണല്ലോ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. രോഹിത് റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്. 15,000 ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹിസ് ഡിപ്പെൻഡൻറ്റ് ബ്രദർ അല്ലേ? ഹു ഈസ് എ പേഴ്സൺ വിത്ത് സിവിയർ ഡിസബിലിറ്റി. ഇപ്പോൾ 80Uയിൽ നമുക്ക് ഈ ക്വസ്റ്റനിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും. നോർമൽ ഡിസബിലിറ്റി ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഡക്ഷൻ? 75,000. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ എത്രയാണ്? 1,25,000 ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് സ്പെൻഡ് അല്ലേ? അങ്ങനെയല്ല ആ ഒരു പ്രൊവിഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി 1,25,000 ആണ്. കാരണം എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു നോക്കിയിട്ടല്ല. സിവിയർ ഡിസബിലിറ്റി ആണ്, ഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1,25,000 അയാൾക്ക് 80Uയിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അല്ലേ? 80U ആണോ 80DDB ആണോ? സെൽഫ് ഡിസബിലിറ്റി ആണ് 80U അല്ലേ? 80DDB അല്ലേ? അതെ. അപ്പോൾ എത്ര കിട്ടും? 1,25,000 കിട്ടും. ഇത്രയാണ് ഈ MCQൻ്റെ ആൻസേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ കണ്ടതെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് മോക്ക് 2ൻ്റെ MCQ വീഡിയോയും കൂടെ എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. മോക്ക് RTP, മോക്ക് 1, മോക്ക് 2 ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് DTക്ക് നോക്കാൻ പറ്റുന്നത് അല്ലേ? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആവും. കാരണം എന്താണ്? മൊത്തം അസസ്മെൻറ്റ് ഇയർ മാറിയിട്ടുണ്ട്, പ്രൊവിഷൻസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ RTP, മോക്ക് 1, മോക്ക് 2 ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ചെയ്തത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ, ഓൾ ദി ബെസ്റ്റ്.